വിടരും മുൻപേ കൊഴിഞ്ഞുപോയ ഒരു കുഞ്ഞു പുഷ്പം. ആദി എന്ന 2 വയസ്സുകാരൻ. അവൻ ഇന്ന് ഈ ലോകത്തില്ല. ജന്മം നൽകിയ അച്ഛനമ്മമാർക്കൊപ്പം അവൻ യാത്രയായി. കൊല്ലം മയ്യനാട് കാരക്കുഴിയിൽ ഭാസ്കരവില്ല എന്ന വാടക വീട്ടിൽ ഇന്നലെ രാത്രി അമ്മുമ്മയ്ക്കും അപ്പൂപ്പനുമൊപ്പം കളിച്ചുല്ലസിച്ച ശേഷം അച്ഛനമ്മമാർക്കൊപ്പം ഉറങ്ങാൻ പോയ ആദിമോൻ നേരം പുലർന്നിട്ടും ഉണർന്നില്ല. അവന്റെ കളിപ്പാട്ടങ്ങളും കളിയൂഞ്ഞാലുമൊക്കെ ഉപേക്ഷിച്ച് അവൻ ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് അച്ഛനമ്മമാർക്കൊപ്പം പോയി. ഏറെ വേദനയോടെയാണ് ഓരോ ആളുകളും ഈ വാർത്തയറിഞ്ഞ് ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. വിദേശത്തെ ജോലിക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ അജീഷിന് കുടുംബത്തോടൊപ്പം താമസിച്ചു വരുമ്പോഴാണ് ഫിസ്റ്റുല എന്ന രോഗത്തിന് ചികിത്സ തേടുന്നത്. ചികിത്സയുടെ ഭാഗമായി 3 ശസ്ത്രക്രിയകളും വേണ്ടി വന്നു. ഈ അടുത്ത് അജീഷിന് രക്തത്തിൽ അർബുദമാണെന്ന് സ്ഥിരീകരിച്ചു. ഒരു പക്ഷേ ഇത് ഈ കുടുംബത്തിന് താങ്ങുന്നതിനുമപ്പുറമായിരിക്കാം. മാരകമായ രോഗങ്ങൾക്ക് പോലും ഇപ്പോൾ ചികിത്സ ഉള്ള കാലത്ത് ഒരുപാട് സന്നദ്ധ സംഘടനകളും മനുഷ്യസ്നേഹികളും സഹായഹസ്തവുമായി എത്തുന്ന ഈ കാലത്തും യാതൊന്നും ചിന്തിക്കാതെ മരണവഴി എന്തിനു തെരഞ്ഞെടുത്തു എന്ന ചോദ്യം ബാക്കിയാക്കി അവർ മൂവരും ഈ ലോകത്തോട് വിട പറഞ്ഞു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ.